ചാകാത്ത നാളല്ല ഞാനും പറന്നത് എന്ന് പറഞ്ഞ ഭീഷ്മരെ രമേശ് ചെന്നിത്തല വായിച്ചിട്ടുണ്ടാവില്ലോ മഹാഭാരതത്തിൽ. ബഹുമാനായ രമേശ് ചെന്നിത്തല എന്തിനാണ് നമ്മുടെ മഹാഭാരതത്തിലെ ഭീഷ്മരെ അവമാനിക്കാൻ പുറപ്പെട്ടതെന്ന് മനസ്സിലാകുന്നില്ല. ഭീഷ്മർ എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ ശക്തനായ കഥാപാത്രമല്ലേ. മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ രമേശ് ചെന്നിത്തലയുമായി നേരിട്ട് കൊമ്പ് കോർക്കുന്നൊന്നും ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. കാരണം കഴിഞ്ഞ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പലപ്പോഴും അവർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ അന്നത്തെ പിണറായി സർക്കാരിനെതിരെ ആരോപിച്ച ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു. സാമാന്യം തിളങ്ങി നിന്ന നേതാവായിരുന്നു. ഈ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ UDF അധികാരം കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളായിരുന്നു. പ്രതിപക്ഷ നേതാവാകാനും അദ്ദേഹത്തിന് അർഹതയുണ്ടായിരുന്നു. പക്ഷെ കോൺഗ്രസിലെ ഉൾപാർട്ടി നേതാക്കൾ തമ്മിലുള്ള പോരിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അങ്ങനെ സതീശൻ സാറ് പ്രതിപക്ഷ നേതാവായി വന്നു. VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ഈ ഗവൺമെൻറ്റിനെ എതിർക്കുന്ന രീതികളിൽ പ്രകടമായ വ്യത്യാസമുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു രമേശ് ചെന്നിത്തല ഈ സർക്കാരിനെ അതിനിശ്ചിതമായി ഒരുപാട് അഴിമതി ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്ന നേതാവായിരുന്നെങ്കിലും അദ്ദേഹം ആ ഗവൺമെൻറ്റിനെ ആക്രമിക്കുന്നതിൽ കാണിച്ച ചില മിതത്വങ്ങളൊക്കെ ഉണ്ട്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സർക്കാരിനെ വിമർശിക്കുമ്പോൾ വ്യക്തിവൈരാഗ്യമോ അല്ലെങ്കിൽ വ്യക്തി അധിക്ഷേപമോ നടത്തുന്നതിൽ ഒരു പരിധി വരെ അദ്ദേഹം ചില പരിധികളൊക്കെ നിശ്ചയിച്ചിരുന്നു എന്ന് പറയാം. പക്ഷേ അത് നമ്മൾ ഈ സതീശനിൽ രണ്ടാം പിണറായി സർക്കാരിലെത്തി സതീശൻ ആ സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ പൊതുവെ പ്രകടമായൊരു വ്യത്യാസം പിണറായി വിജയനെതിരെയുള്ള വ്യക്തിപരമായ ഒരു അധിക്ഷേപങ്ങൾ ഈ ജനങ്ങളുടെ ഇടയിൽ വളർത്തുന്നതിൽ കരുതിക്കൂട്ടിയിട്ടുള്ള ഒരു ശ്രമം ഇവിടെ നടന്നു എന്നുള്ളത് നമുക്ക് പൊതുവെ ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ജനങ്ങളുടെ ഇടയിൽ ഒരു പിണറായി വിരോധമുണ്ടാക്കാനായിട്ട് ഒരു പിണറായി എന്ന് കേട്ടാൽ ഒരു വൈരാഗ്യത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യത്വമില്ലാത്ത ഒരു മനുഷ്യനായി അല്ലെങ്കിൽ മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന ഒരാളായി ചിത്രീകരിക്കുന്നതിൽ സതീശൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. നിയമസഭയ്ക്കകത്ത് മാത്യു കുഴൽനാടനെ പോലെയുള്ള യുവനിര MLA മാരെ ഉപയോഗിച്ചാണ് ഈ പിണറായി വിരോധം പ്രചരിപ്പിച്ചതും അറ്റാക്ക് ചെയ്തതും. അതിൽ ഷാഫി പറമ്പലുണ്ട്. പിന്നെ ഈ അടുത്ത കാലത്ത് പാലക്കാട്ട് നിന്ന് ബൈ ഇലക്ഷനിലൂടെ ജയിച്ചു വന്ന ഷാഫിക്ക് പകരം വന്ന രാഹുൽ മാങ്കൂട്ടം വന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ പാരമ്യത്തിലെത്തി. അങ്ങനെ ഒരു പിണറായി വിരോധം ഉണ്ടാക്കുന്നതിൽ അവിടെ വിജയിച്ചു എന്നറിയാം. പുറത്താണെങ്കിലോ ഒരു വലിയ യൂത്ത് കോൺഗ്രസ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിലെ യുവജന നിര എല്ലാം ഈ പിണറായിസം എന്ന് അത് അൻവറാണ് സംഭാവന ചെയ്തത്. ഇടതുപക്ഷത്തു നിന്ന് തെറ്റി ഏതാണ്ട് UDF അടുക്കാൻ ചെന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം പോയെങ്കിലും അതിൻ്റെ സുവർണാവസരത്തിൽ അത് മുതലാക്കിയത് UDF ആണ്. അപ്പോൾ അതുവഴി തന്നെ ഏറ്റവും കൂടുതൽ ഒരു പിണറായി വിരോധം എന്ന ഒരു രാഷ്ട്രീയം കേരളത്തിൽ ഉടലെടുത്തു. LDF ഗവൺമെൻറ്റിനെ എതിർക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഈ പിണറായി സർക്കാർ പിണറായിയെ എതിർക്കുക പിണറായിസത്തെ എതിർക്കുക എന്നുള്ളത് ഈ വോട്ടർമാരുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നതിൽ വലിയ വിജയം UDF അല്ലെങ്കിൽ ഇന്നത്തെ പ്രതിപക്ഷം ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ കൂടെ ഒരു പ്രതിഫലനമായിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. കാരണം അത് വളർത്തിക്കൊണ്ടുവന്നാൽ ഒരു വ്യക്തിയെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, കാരണം പിണറായിയാണ് ഈ LDF ആണിക്കല്ല് എന്നവർക്കറിയാം. അദ്ദേഹം ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ അത് നടപ്പിലാക്കും എന്നുള്ളത് കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണം കേരളത്തിന് കാണിച്ചു കൊടുത്തതാണ്. അതിവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നേരത്തെ പല വീഡിയോസിൽ പറഞ്ഞതാണ്. തീരദേശ റെയിൽവേ ആയാലും മലയോര ഹൈവേ ആയാലും നമ്മുടെ ദേശീയപാതയായാലും ഗെയിൽ പൈപ്പ് ലൈനായാലും പവർ കട്ടില്ലാത്ത 10 വർഷമായ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹൈടെക് ക്ലാസ് ആക്കുന്നതിലായാലും ആരോഗ്യ മേഖലയിലുണ്ടായ വലിയ മാറ്റങ്ങളും ഇതെല്ലാം തന്നെ പിണറായിയുടെ ഒരു വ്യക്തിപ്രഭാവമാണ് എന്ന് ഇവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഒരു 5 കൊല്ലത്തെ അനുഭവത്തിൽ നിന്ന്, കാരണം പ്രളയം, മൂക്കി, കൊറോണ തുടങ്ങിയ ദുരന്തങ്ങളെയൊക്കെ അതിഗംഭീരമായി അതിജീവിച്ച് കേരളം ഭയങ്കരമായി സ്റ്റെബിലൈസ് ചെയ്ത് വികസനത്തിൻ്റെ കുതിപ്പ് പല രംഗത്തും ഒന്നാം സ്ഥാനത്ത് തുടരുകയും അല്ലെങ്കിൽ ആവുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ പിണറായിയെ അറ്റാക്ക് ചെയ്താലാണ് ഈ LDFനെ തോൽപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ഈ പിണറായി എന്ന
ഒരു വ്യക്തി കേന്ദ്രീകൃതമായ അറ്റാക്കിലേക്ക് UDF കടന്നിട്ടുള്ളത്. അതൊരു പരിധിവരെ കേരള ജനത അതിൽ വീണ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. കാരണം പിണറായി വീണ്ടും അധികാരത്തിൽ വന്നാൽ തങ്ങൾക്ക് ഇനി ഇവിടെ ഒരു രാഷ്ട്രീയം ബാക്കിയാവില്ല എന്ന് തിരിച്ചറിവായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി പ്രഖ്യാപിക്കപ്പെട്ട കുറേ ആനുകൂല്യങ്ങൾ ഒരുപാട് പേരിൽ എത്തിച്ചേരുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും ഈ LDFനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ ഒരു പരാജയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നു. എന്നിരുന്നാലും ഇന്ന് പ്രഖ്യാപിച്ച ബഡ്ജറ്റിലെ ഇവ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ആശാവർക്കർമാർക്ക് 1000 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അംഗനവാടി ടീച്ചേഴ്സിന്, ഹെൽപ്പർമാർക്ക് എന്ന് വേണ്ട കേരളത്തിലെ മിക്കവാറും എല്ലാ ജനങ്ങളെയും കവർ ചെയ്യുന്ന വലിയ തോതിലുള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ്, വിവിധ ഇൻഷുറൻസ്, ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതികൾക്ക് പ്ലാൻ ചെയ്ത് ഇന്നത്തെ ബഡ്ജറ്റിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും ഈ വ്യക്തിവൈരാഗ്യത്തിനെ മുടച്ചു നിർത്തി കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയും എന്നുള്ളൊരു തിരിച്ചറിവ് UDFനുണ്ടായിട്ടുണ്ട്. അക്കാര്യത്തിൽ അവർ ഒരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട്. അതാണ് അവരുടെ അടുത്ത തെരഞ്ഞെടുപ്പിലെ വലിയ പ്രതീക്ഷയും. പിണറായി വിരോധം, പിണറായിസത്തിനെതിരെയുള്ള ഒരു വലിയ ഐക്യം, അത് പ്രതിപക്ഷ നേതാവ് സതീശൻ്റെ ഭാഷയിൽ പറഞ്ഞ വലിയൊരു പ്ലാറ്റ്ഫോം, പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം. UDF എന്നുള്ള വാക്കയല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്. സതീശനും പ്രതിപക്ഷവും ഈ പിണറായി എന്ന് പറഞ്ഞ് പീഡിപ്പിക്കുന്ന യഥാർത്ഥ പിണറായി എന്താണെന്ന് അറിയണമെങ്കിൽ ഈ രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടി കൊടുക്കുന്ന പിണറായിയെ നമുക്കൊന്ന് കാണാം. അദ്ദേഹം നമ്മൾ ആദ്യം കേട്ട വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗം കേട്ടാൽ അത്രമാത്രം ആഴത്തിലൊരു വിഷയത്തെ പഠിച്ച്, പ്രത്യേകിച്ചും ഇത്തരം വിഷയങ്ങളിൽ, പ്രത്യേകിച്ചും ഈ കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി, അവിശ്വാസിയായ ഒരു പിണറായി ഇത്തരം വിഷയങ്ങളൊക്കെ ഇത്ര ഡീപ്പായി പഠിച്ച് ഈ മറുപടി പറയാനായിട്ട് രമേശ് ചെന്നിത്തലയോട് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ അതിശയിച്ചു പോകും. ആ കാര്യത്തിൽ നമുക്ക് പിണറായിയുടെ മറ്റൊരു മുഖം, അല്ലെങ്കിൽ ഇവർ പ്രചരിപ്പിക്കുന്ന ഒരു പിണറായിയല്ല ഇവിടെ കാണുന്നത് എന്നതുകൂടി പറയേണ്ടതുണ്ട്. അത് നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ. എന്തിനാണ് അദ്ദേഹത്തെ അങ്ങനെ എന്തോ ഒരു നിസ്സഹായ അവസ്ഥയിൽ കടന്നുപോയതാണ് എന്ന് തോന്നുന്ന തരത്തിൽ പറഞ്ഞത്? രമേശ് ചെന്നിത്തലക്ക്, ബഹുമാനായ രമേശ് ചെന്നിത്തലക്ക് മഹാഭാരതം അറിയാത്ത ആളാണെന്നൊന്നും ഞാൻ പറയില്ല. തൻ്റെ ആവശ്യത്തിന് വേണ്ടി അല്പം ഒന്ന് വളച്ചൊടിച്ചതാണെന്നാണ് തോന്നുന്നത്. ചാകാത്ത നാളല്ല ഞാനും പറന്നത് എന്ന് പറഞ്ഞ ഭീഷ്മരെ രമേശ് ചെന്നിത്തല വായിച്ചിട്ടുണ്ടാവില്ല മഹാഭാരതത്തിൽ. അത് പറഞ്ഞത് ആരോടായിരുന്നു? അർജുനനോടും കൃഷ്ണനോടുമായിരുന്നു. ആ പറഞ്ഞത് അർജുനൻ്റെ അസ്ത്രങ്ങളേറ്റ് മുറിവേറ്റ ഘട്ടത്തിലാണ് ഭീഷ്മർ. അങ്ങനെ മുറിവേറ്റ ഘട്ടത്തിൽ ഭീഷ്മർ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കോപിഷ്ഠനായി. ഫലം അർജുനന് തടുക്കാനായില്ല, കൃഷ്ണനും തടുക്കാനായില്ല. രണ്ടുപേരും ഭയങ്കരമായി മുറിവേറ്റു. അപ്പോൾ കൃഷ്ണൻ്റെ പ്രതിജ്ഞയിൽ നിന്ന് മാറുകയാണ്. കൃഷ്ണൻ സുദർശന ചക്രം എടുത്തു. കഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഞാൻ പറഞ്ഞാണെന്ന് ഒരു നാളെ പറഞ്ഞേക്കട്ടെ. സുദർശന ചക്രം എടുത്തു. അപ്പോൾ അർജുനൻ ശ്രീകൃഷ്ണനോട് പറയുകയാണ്, അയ്യോ ചെയ്തേക്കരുത്, കാരണം വാക്കുണ്ടല്ലോ, ഇതെടുക്കില്ല എന്നുള്ളത്. അങ്ങനെ 2 തവണ സംഭവിക്കുന്നു. അപ്പോൾ ഭീഷ്മർ അവിടെ ഇരിക്കുന്ന കാലത്തോളം നമുക്ക് ജയിച്ചു വരാനാവില്ല എന്ന് കാണുന്നു. തന്ത്രശാലിയായ കൃഷ്ണൻ ധർമ്മപുത്രരെ അയക്കുന്നു ഭീഷ്മരുടെ അടുത്തേക്ക്. അല്ല, അന്നത്തെ യുദ്ധത്തിൽ കാണിക്കുന്ന ഈ ശത്രുപക്ഷമൊക്കെ ആണെങ്കിലുള്ള ഒരു രീതികളുണ്ട്, അവരുടെ തമ്മിൽ കാണിക്കുന്ന മര്യാദകളുണ്ട്, അതൊക്കെയാണ്. അങ്ങനെ ചെല്ലുകയാണ് ഭീഷ്മരുടെ അടുത്തേക്ക്. ധർമ്മപുത്രർക്ക് ജയം വേണം, ഭീഷ്മ പിതാമഹനല്ലേ, പിതാമഹനോട് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ സമ്മതിക്കുന്നു. എന്ത് സമ്മതിക്കുന്നു? വീണ് കൊടുക്കാം എന്ന് സമ്മതിക്കുന്നു. മറ്റ് ഞങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അപമാനിച്ചത് മോശമായിപ്പോയി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. അപ്പോൾ പിണറായി പറഞ്ഞ ഈ കഥയും നമ്മൾ ഇത്ര നേരം വീഡിയോയിൽ പറഞ്ഞ കാര്യവും തമ്മിൽ ചെറിയ ബന്ധമുള്ളതായി നമ്മുടെ പ്രേക്ഷകർക്ക് തോന്നിയേക്കാം. ഭീഷ്മർ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം അവരെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ഇതിൻ്റെ മർമ്മം. ഇവിടെ ഭീഷ്മരാര് അല്ലെങ്കിൽ മറുപക്ഷമാര് എന്നൊക്കെ നമ്മുടെ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. അത് നമുക്ക് 2-3 മാസം കഴിയുമ്പോൾ അറിയാം. എന്തായാലും അതിമനോഹരമായി ഈ കഥ പറഞ്ഞ പിണറായിക്ക് ഒരു വലിയ നമസ്കാരം. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണാം. കാരണം ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ ഇത്തരം തമാശകൾ തുടരും. ഈ തമാശകൾ കേൾക്കാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.